അപ്പോൾ എൻട്രൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ പ്രോസസ്സാണ്. അപ്പോൾ വിസ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജസിലും എഫ്രഷിലെ മിത്രയും അതേപോലെ തന്നെ അനിഷ്മ, അതേപോലെ എഫ്രഷിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ വിനീത് സാറ്, അപ്പോൾ ഇവർ മൂന്നുപേരും ഇവിടെയും പിന്നെ ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോ ഡോക്യുമെൻസിൻ്റെയും അത്രയും എല്ലാ കാര്യങ്ങളുടെയും ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ കാജലിൻ്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതേപോലെ എനിക്കിപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് എന്ന് പറയുന്ന കണക്ക് ഇവിടുത്തെ പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ മോനും ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മോൻ ഇവിടുത്തെ ഫിനിഷ് ഡേ കെയറിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് മോൻ്റെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആയാലും ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ടുണ്ട്. ഈവൻ ഒരാൾക്ക് ജോബ് നഷ്ടപ്പെടുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, അതേപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഹൗസിംഗ് അലവൻസസ്, അതേപോലെ മോൻ്റെ എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രി ചൂസ് ചെയ്യാൻ സഹായിച്ചത് എഫ്രഷ് ആണ്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു എഫ്രഷ് ടീം. താങ്ക് യു എഫ്രഷ്. ആൻഡ് ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും എടുത്തെടുത്ത് പറയേണ്ടത് മിത്രയുടെയും അനിഷ്മയുടെയും അതേപോലെ വിനീത് സാറിൻ്റെ ഒക്കെ ഹെൽപ്പാണ്. കാരണം ഞങ്ങളെക്കാട്ടി കൂടുതൽ എഫേർട്ട് എടുത്ത അവരാണ്. സോ താങ്ക് യു എഫ്രഷ് ആൻഡ് ദ ഹോൾ ഫാമിലി ഓഫ് എഫ്രഷ്.